بسم الله الرحمن الرحيم واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഈ വേദപുസ്തകത്തിൽ ഇബ്രാഹിമിൻ്റെ കഥയും നീ വിവരിച്ചു കൊടുക്കുക. സംശയമില്ല, അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. അദ്ദേഹം തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം: എൻ്റെ പിതാവേ, കേൾക്കാനോ കാണാനോ അങ്ങക്കെന്തെങ്കിലും ഉപകാരം ചെയ്യാനോ കഴിയാത്ത വസ്തുക്കളെ അങ്ങ് എന്തിനാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്? സൂറത്ത് മറിയം 41-42 ആയത്തുകൾ.